ഇന്ന് മാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിച്ച സംഭവമാണ് കേട്ടോ. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ലസൂറി എന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ റെസിപ്പി കറക്റ്റായിട്ട് അറിയത്തില്ല, എങ്കിലും ഒന്ന് ചെയ്ത് നോക്കുന്നത്. ഇതാണ് നമ്മുടെ കുഞ്ഞി ഇടുന്നത്. ഇവിടെ ഹായ് പറഞ്ഞേ. കുഞ്ഞിയാണ് ക്ലീൻ ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ അകത്തൊരു സീഡ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ താ കുഞ്ഞി എങ്ങനെ അത് ഇട്ട് കളഞ്ഞേ? ഇതേ കുഞ്ഞി അത് ക്ലീൻ ചെയ്യാം കേട്ടോ. അതിൻ്റെ സൈഡിൽ ഇതാ ഇത് പൊട്ടിച്ചെടുത്തിട്ട് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. വെറൈറ്റി അല്ലേ, നമ്മുടെ നാട്ടിൽ കിട്ടാത്തൊരു സംഭവമാണ്. എന്താ എങ്ങനെയാ ടേസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. അപ്പോൾ കുഞ്ഞി ക്ലീൻ ചെയ്യുന്നുണ്ട്. കുഞ്ഞി സെറ്റാക്കി എടുത്ത് റെഡിയാക്കി എടുത്തതാ, ക്ലീൻ ചെയ്തതാ മമ്മയ്ക്ക്. ഓക്കെ കുഞ്ഞി ഇപ്പോഴേ താങ്ക്സ് ഒക്കെ പറഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ ഇത് ബാക്കി ഇത് ക്ലീൻ ചെയ്തിട്ട് കാണിക്കാം. ക്ലീൻ ചെയ്തൊക്കെ വെക്കണമെന്ന് വിചാരിച്ച, പക്ഷേ പറ്റിയില്ല കേട്ടോ. കുഞ്ഞി ഒന്ന് രണ്ടെണ്ണമൊക്കെ പൊട്ടിച്ചെടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെടുത്തതിന് ശേഷം ഞാനിങ്ങനെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനകത്ത് സീഡൊന്ന് റിമൂവ് ചെയ്ത് കളയുന്നുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് കാണുക. മാർക്കറ്റിൽ പോയപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്, എങ്കിൽ തന്നെ എൻ്റെ റെസിപ്പി ഒന്നും അറിയത്തില്ല. എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പുള്ളിക്കാരുടെ റെസിപ്പി എനിക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയല്ല ഞാനിത് ഉണ്ടാക്കുന്നത്, എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാനിത് മാറ്റിയിട്ടുണ്ട്. ഒരാളുടെ റെസിപ്പി കോപ്പി ചെയ്യുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ കുറച്ച് ഞാനെടുത്ത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എടുത്തിരിക്കുന്നത് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഞാൻ വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതേ എണ്ണയിലേക്ക് 1 ടേബിൾ സ്പൂൺ ജീരകം, 2-3 വയനയില, 1 കഷ്ണം പട്ട, ഗ്രാമ്പൂ, 2-3 ഗ്രാമ്പൂ, പിന്നെ ഒരു 3-4-5 അല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി ചതച്ചും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാവേ. ഇത് എന്താ പറയുക, അച്ചാറിടാനാണ് കൂടുതലായിട്ട് ഇവർ എടുക്കുന്നത്. സബ്ജി ഉണ്ടാക്കുന്നത് വളരെ കുറച്ചാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്തേക്ക് നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അധികം മസാലയൊന്നും ഇല്ല കേട്ടോ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയൊക്കെ ചേർക്കാറുള്ളൂ ഇതിൻ്റെ അകത്ത്. നല്ല ടേസ്റ്റിയാണെന്നും പറയുന്നില്ല, ഇത് നാട്ടിൽ കിട്ടുമെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ അതങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലസൂടെ എന്നാണ് ഇതിന് പറയുന്നത് കേട്ടോ. അപ്പം നമ്മളിതാ അതിലൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടി കൊടുക്കുന്നുണ്ട്. ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ ടേസ്റ്റൊന്നും പറയാനായിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടട്ടെ. ഇനി നമ്മളിതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും ഒഴിച്ച് നമ്മളൊന്ന് വേവിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് മുൻപായിട്ട് ഞാൻ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട്, അതായത് കട്ടി കുറച്ച് അരിഞ്ഞിട്ട് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ എണ്ണയിലാണ് നമ്മളിത് വാട്ടിയേക്കുന്നത്. അപ്പോൾ ആ പൊടിച്ച സവാള അങ്ങോട്ട് നമുക്ക് പൊടിച്ചതിന് മുകളിലേക്ക് ചേർക്കണം. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ സവാള പൊടിച്ച് അങ്ങോട്ട് ചേർക്കുക. പൊടിച്ച് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇത് നമുക്ക് വേവിക്കാൻ വെക്കണം. ഒരു 10 മിനിറ്റുള്ളിൽ തന്നെ സംഭവം വെന്ത് കിട്ടും കേട്ടോ. പിന്നെ പുളിക്ക് വേണ്ടിയിട്ട് തക്കാളി ഒന്നും അല്ല ചേർക്കുന്നത്. തൈര് ഉണ്ടെങ്കിൽ തൈര് ചേർക്കാം, അല്ലെങ്കിൽ ആംചൂർ പൗഡർ ഇല്ലേ, ഡ്രൈ മാംഗോ പൗഡർ, അതായത് മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഡ്രൈ മാംഗോ പൗഡർ അല്ലെങ്കിൽ ആംചൂർ പൗഡർ എന്ന് പറഞ്ഞിട്ട്. ഇതൊന്നും ഇല്ല, ഇപ്പോൾ തൈരും ഇല്ല, ആംചൂർ പൗഡറും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നാരങ്ങയില്ലേ, നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ച് ചേർക്കണം. 1-2 നാരങ്ങയെങ്കിലും ചേർക്കേണ്ടി വരും, നല്ല പുളി വേണം. അപ്പോൾ ഇത് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ വേവിച്ച് ഒന്ന് തിള വന്നതിന് ശേഷം നമുക്ക് പുളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് ഈ സമയത്ത് നോക്കിക്കോളൂ, 1 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്രേവിക്കൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിന് നല്ല വലിയ ടേസ്റ്റൊന്നും പറയാനില്ല, ഉള്ളത് പറയാമല്ലോ. ഇതിനങ്ങനെ പ്രത്യേകിച്ച് ടേസ്റ്റൊന്നുമില്ല. സത്യം പറഞ്ഞാൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും, നമുക്ക് ഹെൽത്തിൽ ബെനിഫിറ്റ്സ് ഉള്ള ഒരു സംഭവത്തിന് ടേസ്റ്റ് കാണത്തില്ല. ഇത് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ്. അപ്പോൾ നമ്മുടെ തിളച്ച് നല്ല വറ്റി പാകമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. പിന്നെ വൈറ്റമിൻ എ, വൈറ്റമിൻ സി, മിനറൽസ്, പിന്നെ സ്കിന്നിൻ്റെ ഹെൽത്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണിത് കേട്ടോ. അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ആംചൂർ പൗഡറാണ് പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇട്ടിരിക്കുന്നത്. നിങ്ങളുടെ ആംചൂർ പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ ലെമൺ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ലാസ്റ്റായിട്ട് ഞാൻ ചേർത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകവും 1/2 ടീസ്പൂൺ
നമ്മുടെ ഉലുവയില്ലേ, ഉലുവയും കൂടി വറുത്തിട്ട് ജസ്റ്റ് പൊടിച്ചൊന്ന് ചേർക്കുന്നുണ്ട്. ഇത്രയും ഞാൻ ചേർക്കുന്നില്ല, ലാസ്റ്റാണ് ഇത് ചേർക്കുന്നത്. അതായത് നമ്മൾ എല്ലാം കുക്കായി കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് അതിന് മുകളിലേക്കൊന്ന് തൂകാൻ വേണ്ടിയിട്ടാണ്. ഇത് കല്ലിൽ തന്നെ ഇടിച്ച് ചേർക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത്. ഇത്രയേ ഉള്ളൂ. ഇതാ തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇനിയും റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ആൾ വന്ന് പുറത്തേക്ക് പോകേണ്ടതായിട്ട് വന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ഉലുവയും പെരിഞ്ചീരകവും കൂടെ പൊടിച്ചും കൂടി ചേർത്തിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ ചേർത്ത് ഇളക്കി യോജിപ്പിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. നമുക്ക് നല്ല എന്താ പറയുക, സ്പൈസിയാണ്, ടേസ്റ്റിയാണ്, നമ്മളെ ചോറിനും ചപ്പാത്തിക്കൊക്കെ പറ്റിയ സംഭവമാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു രീതിയിൽ തന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നെല്ലിക്കയോ മാങ്ങയോ ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു സംഭവം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക, ഞാൻ ഇവിടെ കിട്ടിയ ഒരു ഐറ്റം വെച്ച് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. ഇപ്പം നമുക്ക് നാട്ടിൽ നിന്നൊക്കെ കിട്ടുമോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ സംഭവം കൊള്ളാൻ വെറൈറ്റി ആയിട്ട് തോന്നി, അതുകൊണ്ടാണ് അപ്ലോഡ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് റെസിപ്പിയുമായി കാണുമ്പോൾ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.